അങ്ങനെ തേങ്ങയില്ലാതെ നമ്മുടെ പുളിശ്ശേരി തയ്യാറായി. വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റിയതാണ്. 2 മിനിറ്റ് കൂടുതൽ വേണ്ട. ദയവായി ഈ ചാനൽ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പുളിശ്ശേരിയാണ്. വളരെ വേഗത്തിൽ തേങ്ങ ഇടാതെ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ്. ഇതിലേക്കായിട്ട് 6 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്, 2 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 തണ്ട് കറിവേപ്പില, പിന്നെ ഉലുവാപ്പൊടി സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ജീരകം 1/4 ടീസ്പൂൺ, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള തൈര്, പച്ചമുളക് 3 എണ്ണം നീളത്തിൽ കീറിയത്. ഇതിലേക്കായിട്ട് നമുക്കൊരു കടായി അടുപ്പിൽ വെക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 2 ഉള്ളി വട്ടത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരുവിധം റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത്, ചെറിയ ഒരു കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ജീരകപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി. തീ സമയം കുറച്ച് വെച്ചേക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 100 ml വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളത്തിൽ കിടന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് മിക്സിയിൽ ഒരു റൗണ്ട് അടിച്ച് തൈര് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ അടിച്ചു കഴിഞ്ഞാൽ തൈര് വെള്ളം പോലെ ആകും. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നമ്മുടെ പുളിശ്ശേരി വേഗത്തിൽ തയ്യാറായി കഴിഞ്ഞു. ഈ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.